അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ബഹുമാനികളെ, കഴിഞ്ഞ ദിവസം നിങ്ങളോട് നമ്മൾക്കുള്ളതായിരിക്കുന്ന മനുഷ്യന്മാരാകുന്ന നമ്മൾക്കുള്ള 5 ആയുസ്സുകളെ സംബന്ധിച്ച് ഞാൻ പറഞ്ഞിരുന്നു. അതിൽ ഒന്നാമത്തേതായിരിക്കുന്ന ആയുസ്സിനെ സംബന്ധിച്ചിട്ട് നമ്മൾ ഒരു കുറഞ്ഞ വിഷയങ്ങളൊക്കെ വിവരിച്ചിട്ടുണ്ട്. അത് നീണ്ട ഒരു വിഷയമാണ്, പക്ഷേ അതിൻ്റെ കുറച്ച വിഷയമാണ് നിങ്ങളോട് ഞാൻ പറഞ്ഞത്. ഇന്ന് നമ്മൾ സംസാരിക്കുന്നത് നമ്മളെ ആയുസ്സിൻ്റെ രണ്ടാമത്തെ ഭാഗമാണ്. ഒന്നാമത്തത് നിങ്ങൾക്കെല്ലാം മറന്നിട്ടുണ്ടാവുകയില്ല. അതായത് നമ്മളെ അല്ലാഹു സുബ്ഹാനഹു തആല ആലം അൽ-അർവാഹിൽ വെച്ച് നമ്മളെല്ലാം അല്ലാഹു ഒരുമിച്ച് കൂട്ടി. എന്നിട്ട് അല്ലാഹു സുബ്ഹാനഹു തആല നമ്മളോടൊക്കെയും കരാറ് ചെയ്ത്, കരാറെല്ലാം നമ്മൾ അല്ലാഹു മുഖേനയായിട്ട് കരാറും ഉടമ്പടിയൊക്കെയും നടത്തി. പിന്നെ അല്ലാഹു സുബ്ഹാനഹു തആല നമ്മളെല്ലാവരെയും നമ്മൾക്കുള്ള അർവാഹുകളെ എല്ലാം മരിപ്പിച്ച് എല്ലാം അതിൻ്റെ മുതുകിൽ നിന്നിട്ട് പുറപ്പെടുവിക്കപ്പെട്ടതായിരിക്കുന്ന ആ മക്കളാകുന്ന നമ്മളെ എല്ലാവരെയും അതിൻ്റെ പിന്നെ മുതുകിലേക്ക് മടക്കി. അന്ന് ഞാൻ നേരത്തെ പറഞ്ഞിട്ടുണ്ട്, അന്ന് നമ്മൾ ഇന്നുള്ളതായിരിക്കുന്ന ആകൃതിയിലായിരുന്നില്ല, അത് ചെറിയതായിരിക്കുന്ന ഒരു അണുക്കളുടെ ആകൃതിയിലായിരുന്നു അന്ന് നമ്മളുണ്ടായിരുന്നു. അല്ലാഹു സുബ്ഹാനഹു തആല പിന്നെ എന്താക്കി? പരിശുദ്ധ ഖുർആനിൽ അല്ലാഹു പറഞ്ഞതുപോലെ, യാ അയ്യുഹന്നാസു ഇത്തഖൂ റബ്ബക്കുമുല്ലദീ ഖലഖക്കും മിൻ നഫ്സിൻ വാഹിദത്തിൻ വഖലഖ മിൻഹാ സൗജഹാ വബസ്സ മിൻഹുമാ റിജാലൻ കസീറൻ വനിസാഅ എന്ന് അല്ലാഹു പറഞ്ഞു. യാ അയ്യുഹന്നാസ്, ഓ ജനങ്ങളെ. ഇത് നേരത്തെ ഖിതാബ് അത് മക്കക്കാരോടാണെങ്കിലും അത് ഹുക്കും എല്ലാവർക്കും ആമാണ്. മനുഷ്യരാകുന്ന ആരെല്ലാം ഉണ്ടോ അവരെല്ലാം പഠിച്ചിട്ട് അല്ലാഹു പറയുന്നു. അല്ലാഹു സുബ്ഹാനഹു തആല ചെയ്ത അവനിക്കുള്ളതായിരിക്കുന്ന ആ നിഅമത്തുകളെ സംബന്ധിച്ചിട്ട് അല്ലാഹു സുബ്ഹാനഹു തആല എല്ലാവരെയും ഓർമ്മപ്പെടുത്തുന്നു. യാ അയ്യുഹന്നാസ്, ഓ ജനങ്ങളെ, ഇത്തഖൂ റബ്ബക്കും, നിങ്ങളുടെ റബ്ബിനെ നിങ്ങൾ സൂക്ഷിക്കുകയും നിങ്ങളുടെ റബ്ബിനുള്ളതായിരിക്കുന്ന കൽപ്പന അനുസരിച്ച് അല്ലാഹു വിരോധിച്ചതായിരിക്കുന്ന കാര്യങ്ങളെല്ലാം ഒഴിഞ്ഞു ദൂരത്തായും കൊണ്ടിട്ട് നിങ്ങളിവിടെ ജീവിക്കുകയും. എങ്ങനെയുള്ളതായിരിക്കുന്ന അല്ലാഹുവാണ്? ഖലഖക്കും മിൻ നഫ്സിൻ വാഹിദ, നിങ്ങളെല്ലാവരെയും മറ്റൊരു നഫ്സിൽ നിന്നിട്ടാണ് അല്ലാഹു നിങ്ങളെ പഠിച്ചത്. അതായത് അല്ലാഹു സുബ്ഹാനഹു തആല ആദ്യമായിട്ട് അല്ലാഹു പഠിച്ചത് നമ്മുടെ ബാബയായ സഫിയായ ആദം നബി അലൈഹി ഇസ്ലാമെ അല്ലാഹു പഠിച്ചു. അത് സ്വർഗത്തിൻ്റെ പുറത്താണത് പഠിച്ചത്. പിന്നെ അല്ലാഹു സുബ്ഹാനഹു തആല എന്താക്കി? ആദം നബി അലൈഹി ഇസ്ലാമിൻ്റെ ശരീരത്തിൻ്റെ ഇടത്തെ ഭാഗത്തിൻ്റെ ഒരു എല്ല് കൊണ്ടിട്ട് നമ്മളുടെ ഉമ്മയായ ഹവ്വാ റളിയല്ലാഹു അൻഹയെ പഠിച്ചു. അതാണ് അല്ലാഹു സുബ്ഹാനഹു തആല പറയുന്നത്, മിൻ നഫ്സിൻ വാഹിദ വഖലഖ മിൻഹാ സൗജഹാ. അതേ നഫ്സിൽ നിന്നിട്ട് തന്നെയാണ് അല്ലാഹു സുബ്ഹാനഹു തആല അതിൻ്റെ ഇണനെ അല്ലാഹു പഠിച്ചത്. അങ്ങനെയാണ് അല്ലാഹു തീർമാനിച്ചത്. ആദം നബി അലൈഹി ഇസ്ലാമിനെ മണ്ണുകൊണ്ട് പടക്കാൻ വേണ്ടിയിട്ട് അല്ലാഹു നേരത്തെ കളാക്കിയ ഒരു കാര്യമാണ്. ആദം നബി അലൈഹി ഇസ്ലാമിൻ്റെ ശരീരത്തിൻ്റെ ഒരു ജുസ് എടുത്തിട്ട്, ഒരു അംശം എടുത്തിട്ട് ആ ഉമ്മാനെ അതിൽ പഠിച്ചു. എന്നിട്ട് അല്ലാഹു പറയുന്നു, ഖലഖ മിൻഹാ സൗജഹാ. ആ നഫ്സിൽ നിന്നിട്ട് അല്ലാഹു സുബ്ഹാനഹു തആല അതിൻ്റെ ഇണനെ പഠിച്ചു. എന്നിട്ടോ വബസ്സ മിൻഹുമാ റിജാലൻ കസീറൻ വനിസാഅ, അത് അവർ രണ്ടാളെ വെക്കുന്നു ധാരാളം പെണ്ണുങ്ങളെയും ആണുങ്ങളെയും അല്ലാഹു സുബ്ഹാനഹു തആല ദുനിയാവിൻ്റെ അകത്ത് ഭൂമിൻ്റെ അകത്ത് അല്ലാഹു പരത്തി. അപ്പോൾ തുടക്കത്തിൽ ഒരാളെ കൊണ്ട് തുടങ്ങി, പിന്നെ അതിൻ്റെ ഇണയാകുന്ന ഹവ്വാ റളിയല്ലാഹു അൻഹയെ പഠിച്ചു. അത് സ്വർഗത്തിൽ കടക്കുന്നതിന് മുന്നെയാണോ ഇപ്പോൾ ഹവ്വാനെ പഠിച്ചത്, അല്ല സ്വർഗത്തിൽ കടന്നതിന് ശേഷമാണോ പഠിച്ചത് എന്ന വിഷയത്തിൻ്റെ അകത്ത് തഫ്സീറിൻ്റെ പണ്ഡിതന്മാർക്ക് അഭിപ്രായ വ്യത്യാസങ്ങളുണ്ട്. ഒരു കൂട്ടർ പറയുന്നു സ്വർഗത്തിൽ കടക്കുന്നതിന് മുമ്പെയാണ് ഈ ഹവ്വാ റളിയല്ലാഹു അൻഹയെ പഠിച്ചത്, എന്നിട്ട് സ്വർഗത്തിൽ രണ്ടാളും കടത്തി. പിന്നെ ഒരു കൂട്ടം തഫ്സീറിൻ്റെ പണ്ഡിതന്മാർ പറയുന്ന ആദ്യം നബിയെ പഠിച്ചിട്ട് സ്വർഗത്തിൽ കടത്തിയതിൻ്റെ ശേഷം പിന്നെ എന്താക്കി ഹവ്വാ റളിയല്ലാഹു അൻഹയെ സ്വർഗത്തിൽ വെച്ചിട്ട് പഠിച്ചെന്ന്. അല്ലാഹു സുബ്ഹാനഹു തആല ഹവ്വാ റളിയല്ലാഹു അൻഹയെ ആദം നബി അലൈഹി ഇസ്ലാമിക്ക് നിക്കാഹ് ചെയ്ത് പഠിച്ച അല്ലാഹു ആകുന്നു. അപ്പോൾ എന്നിട്ട് ആ ഇടയ സുഖത്തിൽ ജീവിക്കാൻ വേണ്ടി എന്നിട്ട് അല്ലാഹു പറഞ്ഞു, ഇന്ന് യാ ആദമുസ്കുൻ അൻത വസൗജുകൽ ജന്ന, യാദമേ നിങ്ങളും
നിങ്ങളുടെ ഭാര്യയും നിങ്ങൾ സ്വർഗത്തിൽ പാർത്തോളി. യാ ആദമുസ്കുൻ അൻത വസൗജുകൽ ജന്നത കുലാ മിൻഹാ റഗദൻ ഹൈസു ശിഅ്തുമാ. സ്വർഗത്തിൽ നിന്ന് നിങ്ങൾ വിശാലമായിട്ട് നിങ്ങൾക്ക് തയ്യാറാക്കപ്പെട്ടതായിരിക്കുന്ന ഭക്ഷണങ്ങൾ, പാനീയങ്ങൾ അതെല്ലാം കുടിച്ച് നല്ല സുഖമായിട്ട് സുഖസന്തോഷത്തോടു കൂടി നിങ്ങൾ ജീവിക്കുകയും എന്ന് അല്ലാഹു സുബ്ഹാനഹു വതആല പറഞ്ഞു. എന്നിട്ട് അല്ലാഹു സുബ്ഹാനഹു വതആല പറഞ്ഞു, വലാ തഖറബാ ഹാദിഹി ശജറത. വിശാലമായിട്ട് എവിടെയും പോകാം, എവിടെയും തിന്നാന്ന് പറഞ്ഞിട്ട് പെർമിഷൻ കൊടുത്തിട്ട് പിന്നെ അള്ളാഹു ഈ ഒരു മരം കാണിച്ചുകൊണ്ട് പറയുന്നു, ഇതിലേക്ക് നിങ്ങൾ തിന്നു പോയിട്ട് ഇതിലേക്ക് അടുക്കേ വേണ്ട എന്ന് പറഞ്ഞു. ഇതെല്ലാം നേരത്തെ അള്ളാഹു നിശ്ചയിച്ചതായിരിക്കുന്ന ഒരു കഥയാണ്. എന്നല്ലാണ്ട് സ്വർഗ്ഗം ഇപ്പോൾ എല്ലാം ഹലാലാക്കിയിട്ട് ഒരു മരത്തിന് എന്താ പ്രത്യേകത? ആ മരത്തിന് തിന്നണമെന്ന അർത്ഥത്തിലാണ്, ആ മരത്തിൻ്റെ പഴത്തിനെ തിന്നണമെന്നുള്ള അർത്ഥത്തിലാണ് അള്ളാഹു സുബ്ഹാനഹു വതആല തഫ്സീറിൻ്റെ പണ്ഡിതന്മാർ പറഞ്ഞത്. ബഹുമാനപ്പെട്ട മുഹീദ്ദീൻ ഇബ്നുൽ അറബി റളിയല്ലാഹു അൻഹു പറഞ്ഞിട്ടുണ്ട്, അള്ളാഹു എന്നോടെങ്കാലം പറഞ്ഞിട്ടുണ്ടെങ്കിൽ ആ മരത്തിൻ്റെ പഴത്തിനെ തിന്നണ്ട എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ തിന്നണമെന്ന അർത്ഥത്തിലാണ് പറഞ്ഞത്. ഇതിൻ്റെ കാരണം ഈ ദുനിയാവിലേക്ക് താമസിക്കാൻ വേണ്ടിയിട്ടാണ് ആദ്യമായി നേരത്തെ അള്ളാഹു സുബ്ഹാനഹു വതആല മനുഷ്യനെ പടക്കുന്ന വിഷയത്തിൽ മുശാവറത്താക്കിയത്, അല്ലാണ്ട് സ്വർഗത്തിൽ പാർപ്പിക്കുന്ന വിഷയത്തിലല്ല. മലക്കോട് പറഞ്ഞല്ലോ, അള്ളാഹു ഇന്നി ജായിലും ഫിൽ അർളി ഖലീഫ എന്ന്, ഭൂമിൻ്റെ അകത്ത് ഞാൻ ഖലീഫനെ ഉണ്ടാക്കുന്നെന്ന് നേരത്തെ മുശാവറത്താക്കിയിൽ പെട്ടതാണ്. അല്ലാണ്ട് സ്വർഗത്തിൽ തന്നെ കാലകാലം പാർപ്പിക്കുന്നു എന്നല്ല അതിൻ്റെ അർത്ഥം. അപ്പോൾ ഒരു സബബാണ്. അപ്പോൾ അത് എന്തായി, അതിൻ്റെ പരത്തിന് തിന്നണ്ട എന്ന് പറഞ്ഞു. അങ്ങനെ എന്താക്കി, കാരണവശത്താൽ എന്താക്കി, ആ മയത്തിൻ്റെ പഴത്തിൻ്റെ രണ്ടാളും തിന്നു. എന്നിട്ട് ആ രണ്ടാളെയും അതിൻ്റെ കാരണത്താൽ പിന്നെ ഭൂമിയിലേക്ക് ഇറക്കി. യഹ്ബിതു മിൻഹാ ജമിയ. അള്ളാഹു പറഞ്ഞു, ഇനി നിങ്ങളുടെ സമയമായി ഇവിടെ പാർക്കുന്നു, ഇനി നിങ്ങൾ ഭൂമിയിലേക്ക് ഇറങ്ങിക്കോളി എന്ന് പറഞ്ഞിട്ട് അള്ളാഹു രണ്ടുപേരെയും, ആദം നബി അലൈഹി സ്വലാം ഹവ്വാ റളിയല്ലാഹുവിനെയും അവരോട് ചുറ്റിയതായിരിക്കുന്ന സന്താനങ്ങളെയും എല്ലാം കൂടിയിട്ട് എന്താക്കി, അന്ന് സന്താനം ഉണ്ടായിട്ടില്ല, അവരെ മുതുവിൻ്റെ ആദം നബി അലൈഹി സ്വലാം മുതുവിൽ ശേഖരിച്ച് വെച്ചിട്ടുണ്ടായി. അതിനെല്ലാം എന്താക്കി, അതോടുകൂടി നിങ്ങളെ ഒപ്പം നിങ്ങൾ പുറത്തുപോയി എന്ന് പറഞ്ഞിട്ട് പുറപ്പെടുവിച്ചു. അങ്ങനെ അല്ലാഹു സുബ്ഹാനഹു വതആല ഈ ബഹുമാനപ്പെട്ട ആദം നബി അലൈഹി സ്വലാം ഹവ്വാ റളിയല്ലാഹുവിനെ പഠിച്ചിട്ട് അവരെ മുഖേന എന്താക്കി ഇവിടെ സന്താനമുണ്ടാക്കി. അതാ പറഞ്ഞു, ബസ്സമിൻഹുമാ റിജാലൻ കസീറുൻ. അവരെ കാരണത്താൽ അവർ രണ്ടാളെ വെക്കുന്ന അല്ലാഹു സുബ്ഹാനഹു വതആല ധാരാളം പെണ്ണുങ്ങളെയും ആണുങ്ങളെയും അള്ളാഹു ഇവിടെ പരത്തി. അപ്പോൾ ഹവ്വാ റളിയല്ലാഹു അൻഹ ആദം നബി അലൈഹി സ്വലാമിൻ്റെ വെക്കുന്നു 20ഓളം ഗർഭം ചുമന്നിട്ടുണ്ടെന്നാണ്. 20 പേര്. അതെല്ലാം ഓരോരു ഗർഭത്തിനും ഒരു ആണും ഒരു പെണ്ണും. ഈ നിലക്ക് 40 മക്കൾ. അത് സീസ് നബി അലൈഹി സ്വലാം ആദം നബി അലൈഹി സ്വലാമിൻ്റെ നേർക്കുള്ള ഒരു മകനാണ്. അത് ഒരു ഗർഭത്തിനെത്തി ഒരേ ഒരു കുട്ടിയാണ്. ആ കുട്ടി മുഖേനയാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ എന്താക്കുന്നത്, ജനിച്ചു വരുന്ന അവരുടെ സിൽസിലയായിട്ട് വരുന്നുണ്ട്. അപ്പോൾ ചുരുക്കി പറഞ്ഞാൽ അങ്ങനെ അല്ലാഹു സുബ്ഹാനഹു വതആല ഈ സന്താനങ്ങളെ ഇവരെ രണ്ടാളെ മുഖേന ഇവിടെ ദുനിയാവിൻ്റെ അകത്ത് പരത്തി. പ്രിയമുള്ള സഹോദരന്മാരെ, അപ്പം നമ്മൾക്ക് ആലമുൽ അർവാഹ്, ആലമുദ്ദർ എന്നുള്ള ഒരു ഹാലത്ത് നമ്മുടെ ജീവിതത്തിൽ കഴിഞ്ഞു പോയിട്ടുണ്ട്. അത് നമ്മുടെ ഒരു ആയുസിൻ്റെ ഒരു ഭാഗമാണ്. അതൊരു നീണ്ട സമയമാണ്. അതിൻ്റെ ശേഷമാണ് നമ്മൾ എന്താക്കുന്നു, അല്ലാഹു സുബ്ഹാനഹു വതആലയുടെ ഖളാ ഖദർ പ്രകാരം നമ്മളെ ഉപ്പാൻ്റെ മുതുവിൽ നിന്ന് കൂടെ പുറപ്പെട്ട് ഉമ്മാൻ്റെ ഗർഭപാത്രത്തിൽ ചേർന്നിട്ട് ഭൂമിയിലേക്ക് നമ്മളിവിടെ മനുഷ്യരായിട്ട് ഇവിടെ പ്രസവിച്ചു വരുന്നുണ്ട്. അല്ലാഹു സുബ്ഹാനഹു വതആല പറയുന്നു, ഇത് രണ്ടാമത്തേതായിരിക്കുന്ന ആയുസ്സാണ്. നമ്മുടെ ഉമ്മാൻ്റെ പള്ളയിൽ നിന്നിട്ട് നമ്മൾ പുറപ്പെട്ട മുതൽക്ക് നമ്മൾ പിന്നെ മരണം വരെ ഉള്ളതായിരിക്കുന്ന നമ്മളുടെ ഒരു ആയുസ്. അതൊരു ചെറിയൊരു ഗ്യാപ്പാണ്. ഇത് നീണ്ട ഒരു സമയമാണ് വലിയ ആയുസ്. ആദം നബി അലൈഹി സ്വലാമിൻ്റെ മുതു എന്നിട്ട് പുറപ്പെടുവിച്ചിട്ട് വെള്ളം പിടിച്ചിട്ട് നമ്മളെ എന്നിട്ട് ഇവിടേക്ക് ഈ ഇത്ര കാലം പിന്നിട്ടവിടെ. അപ്പോൾ നമ്മുടെ ആയുസിൻ്റെ വലിയൊരു കാലം അവിടെ കഴിഞ്ഞു. പിന്നെ ആ ആയുസിൻ്റെ രണ്ടാമത്തെ ഘട്ടമാണ് ഇപ്പോൾ ഈ ദുനിയാവിലേക്ക് നമ്മൾ ഇവിടെ വന്നിട്ട് ഇവിടെ ജീവിക്കുന്നത്. ഇത് ചെറിയൊരു ആയുസാണ്. അഅ്മാറു ഉമ്മത്തി മാബൈന സിത്തീന ഇലാ സബഈൻ. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, എൻ്റെ ഉമ്മത്തിൻ്റെ ആയുസ്
പണ്ട് കഴിഞ്ഞതായിരിക്കുന്ന ഉമ്മത്തുകൾ ആയുസ് പോലെയല്ല. അവിടെ 1000 കൊല്ലവും അതിൽ പിന്നെ കുറവുമായിട്ട് ഇങ്ങനെ ജീവിച്ചതായിരിക്കുന്ന ആൾക്കാരെല്ലാം ഉണ്ട്. അതുപോലെയല്ല എൻ്റെ ഉമ്മത്തിൻ്റെ ആയുസ് ഖൈറുമ്മത്തായതോട് കൂടിയിട്ട് ചുരുങ്ങിയതായിരിക്കുന്ന ആയുസാണ്. കുന്തും ഖൈറ ഉമ്മത്തിൻ ഉഖ്രിജത് ലിന്നാസ് അല്ലാഹു സുബ്ഹാനഹു വ തആല ഖുർആനിൽ പറയുന്നുണ്ട്. നിങ്ങൾ ഈ ഉമ്മത്തുകളിൽ വെച്ചിട്ട് ഒരുപാട് ഉമ്മത്തുകൾ ഇവിടെ കഴിഞ്ഞിട്ടുണ്ട്. അതിൽ നിങ്ങൾ ഖൈറുമ്മത്താണ്. ഖൈറുമ്മത്തായതുകൊണ്ടാണ് നിങ്ങളെ ഖൈർ നബിയായ എല്ലാ അമ്പിയാക്കന്മാരിൽ നിന്നിട്ടും എല്ലാ പടവുകളിൽ നിന്നിട്ട് ഖൈറായ നബീൻ്റെ ഉമ്മത്തായിട്ട് അള്ളാഹു നിങ്ങളെ തിരഞ്ഞെടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതിനു വേണ്ടിയിട്ടാണ് ഉഖ്രിജത് ലിന്നാസ്, മുമ്പ് കഴിഞ്ഞു പോയതായിരിക്കുന്ന ജനങ്ങൾക്കൊക്കെയും നിങ്ങൾ സാക്ഷിയാകാൻ വേണ്ടിയിട്ട് അവർ അമ്പിയാക്കളെല്ലാം ഉമ്മത്തുകൾക്ക് അവർ എത്തിച്ചു കൊടുത്തിട്ടുണ്ട് എന്നുള്ള വിഷയത്തിൽ നിങ്ങൾ സാക്ഷിയാണ്. കാരണം നിങ്ങൾക്ക് അല്ലാഹു സുബ്ഹാനഹു വ തആല ഖുർആൻ മുഖേന അറിയിച്ചിട്ടുണ്ട്. എന്ത് പിന്നെ നിങ്ങൾക്ക് മുന്നതായിരിക്കുന്ന മുമ്പ് ഒരുപാട് അമ്പിയാക്കന്മാർ ഉമ്മത്തുകളെല്ലാം കഴിഞ്ഞു പോയിട്ടുണ്ട്. അപ്പോൾ അത് അവരെല്ലാം അവർക്കൊരു സാക്ഷിയായ രൂപത്തിലാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല ഇവിടെ നമ്മളെ ഖൈറുമ്മത്തായിട്ട്. ഇപ്പോൾ സാക്ഷിക്ക് പറ്റിയ ആൾ ഖൈറായ ആൾക്കാരാണ്. അത് ഖൈറുമ്മത്ത് എങ്ങനെയാണ് നമ്മളാകുന്നത്? നമ്മൾ അല്ലാഹു സുബ്ഹാനഹു വ തആല ആയുസ് കുറച്ച് തന്നിട്ട് വലിയതായിരിക്കുന്ന നീണ്ടതായിരിക്കുന്ന ആയുസിൻ്റെ അകത്ത് ജീവിച്ചിട്ട് ധാരാളം അമൽ ചെയ്തായിരിക്കുന്ന ആൾക്കാരെക്കാളും നമ്മൾ അല്ലാഹു സുബ്ഹാനഹു വ തആല ഇവിടെ ആദരിച്ചിട്ടുണ്ട്. അതായത് ചെറിയ ഒരു അമൽ ചെയ്താൽ, ഒരു മിസ്കാല ദർറത്തിൻ്റെ അത്ര അമൽ ചെയ്തെങ്കിൽ, ഒരു ചെറിയ അമൽ ചെയ്തെങ്കിൽ അത് ഖൈർ ആയെങ്കിൽ അത് അല്ലാഹു സുബ്ഹാനഹു വ തആല അത് സ്വീകരിക്കുകയും അതിലേക്ക് ഒന്നിലേക്ക് ചുരുക്കി ഏറ്റവും ചുരുങ്ങിയത് 10 പ്രതിഫലമാണ്. അങ്ങനെ 10 ഏറ്റവും ചുരുങ്ങിയതാണ്. ഉമ്മത്തുകൾക്ക് ഒരു അമൽ ചെയ്താൽ ഒറ്റൊരു പ്രതിഫലമാണ്. അപ്പോൾ എത്ര വ്യത്യാസമുണ്ട്. എന്നിട്ട് അള്ളാഹു പറയുന്നു, അൽ ഹസനത്തു ബി അസ്രി അംസാലിഹ, ഒരു അമൽ അത് 10 ചെയ്ത പ്രതിഫലമാണ് ഒരു അമലിലേക്കുള്ളത്. അപ്പോൾ ഒരു ഖൈറായതായിരിക്കും അമൽ ചെയ്തെങ്കിൽ 10 പ്രതിഫലം. ഇലാ 700 വരെ അങ്ങനെ നീണ്ടു പോകുന്നത്. ഓരോരുത്തൻ്റെ ഈമാനും ഇഖ്ലാസും നോക്കിയിട്ട് അല്ലാഹു സുബ്ഹാനഹു വ തആല ആ അമലുകളെല്ലാം ഇരട്ടിക്കും. എന്നിട്ട് അള്ളാഹു പറയുന്ന 700 ഒരു അമൽ, ഒരു ചെറിയൊരു അമൽ എന്ന് പറഞ്ഞാൽ ഒരാൾ അള്ളാഹുവിൻ്റെ ദീനിന് വേണ്ടിയിട്ട് എന്താക്കി ചെറിയതായിരിക്കുന്ന ഒരു അമൽ ചെയ്തെങ്കിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല അതിനെ വലുതായിട്ട് ഇരട്ടിച്ചിട്ട് 700 വരെ കൊടുക്കുന്നുണ്ട്. ഉമ്മത്തുകൾക്ക് അത് 700 ചെയ്താൽ 700 പ്രതിഫലം കൊടുക്കുന്നു. ആ മട്ടത്തിലായിരുന്നു ഉണ്ടായിരുന്നു. മുലാഫത്ത് എന്നുള്ളത് അത് ഈ ഉമ്മത്തിൻ്റെ ഒരു ഖുസൂസിയത്തിൽപ്പെട്ടതാണ്. അള്ളാഹു പറയുന്നു, വല്ലാഹു യുളാഇഫു ലിമൻ യശാ. 700 എന്ന് കണക്കില്ല, അത് 700 വരെ ഇരട്ടിച്ച് അള്ളാഹുവിൻ്റെ ഫضل കൊണ്ട് അള്ളാഹു കൊടുക്കുന്നു. എന്നിട്ടോ അള്ളാഹു ഉദ്ദേശിച്ച കൂട്ടർക്ക് 700-നേക്കാളും ഇരട്ടിയും അള്ളാഹു കൊടുക്കുന്നുണ്ട്. ആ നിലക്ക് നമ്മളെ ഖൈറുമ്മത്തായിട്ട്. അപ്പോൾ എങ്ങനെയാണ് ചെറിയൊരു ആയുസിൻ്റെ അകത്ത് ഒരു കുറഞ്ഞ അമൽ ചെയ്താൽ മുൻകഴിഞ്ഞ ഉമ്മത്തുകളെക്കാളും നമ്മൾക്ക് അവരെ മറികടക്കുന്ന പോലെയുള്ളതായിരിക്കുന്ന പ്രതിഫലങ്ങൾ അമലുകൾ അള്ളാഹു നമ്മൾക്ക് തന്നിട്ടുണ്ട്. അതുകൊണ്ടാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ പരിശുദ്ധമാക്കപ്പെട്ട റമളാൻ മാസത്തിൻ്റെ അകത്ത് നമ്മൾക്ക് ലൈലത്തുൽ ഖദറിനെ വെച്ചത്. ലൈലത്തുൽ ഖദർ എന്ന് പറഞ്ഞാൽ എന്താണ്? അല്ലാഹു സുബ്ഹാനഹു വ തആല തന്നെ ലൈലത്തുൽ ഖദറിൻ്റെ എല്ലാ അതിനൊക്കെയുള്ള പ്രത്യേകതകളെ സംബന്ധിച്ചിട്ട്, ലൈലത്തുൽ ഖദറിൻ്റെ മഹത്വങ്ങളെ സംബന്ധിച്ചിട്ട് അല്ലാഹു സുബ്ഹാനഹു വ തആല ഒരു സൂറത്ത് തന്നെ അതിൽ ഇറക്കിയിട്ടുണ്ട്. ഇന്ന സൂറത്തുൽ ഖദർ, ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം, ഇന്നാ അൻസൽനാഹു ഫീ ലൈലത്തുൽ ഖദർ വമാ അദ്റാക മാ ലൈലത്തുൽ ഖദർ ലൈലത്തുൽ ഖദ്രി ഖൈറും മിൻ അൽഫി ശഹർ തനസ്സലുൽ മലായികതു വർ-റൂഹു ഫീഹാ ബിഇദ്നി റബ്ബിഹിം മിൻ കുല്ലി അംർ സലാമുൻ ഹിയ ഹത്താ മത്ലഇൽ ഫജ്ർ. ഈ സൂറത്തിൻ്റെ അവ്വൽ മുതൽ ആഖിർ വരെ ലൈലത്തുൽ ഖദറിൻ്റെ മഹത്വത്തിനെ സംബന്ധിച്ച് പറയുന്നത്. അത് ഞാൻ ഈ സന്ദർഭത്തിൽ ഞാനിതിൻ്റെ വ്യാഖ്യാനം ഇപ്പോൾ പറയാൻ ഉദ്ദേശിക്കുന്നില്ല. അതിലെന്താണ് പറഞ്ഞത്? ലൈലത്തുൽ ഖദ്രി ഖൈറും മിൻ അൽഫി ശഹർ. ലൈലത്തുൽ ഖദർ എന്ന് പറഞ്ഞാൽ അത് 1000 മാസത്തിനേക്കാളും ഖൈറാണെന്നാണ്. ലൈലത്തുൽ ഖദർ ഒരാൾക്ക്, ഒരു മുഅ്മിനെ സംബന്ധിച്ചിടത്തോളം അതിൻ്റെ അകത്ത് അവന് ഇബാദത്ത് ചെയ്യൽ 1000 മാസം ഇബാദത്ത് ചെയ്യുന്നതിനേക്കാൾ ഖൈറായിട്ട് വരുന്നുണ്ട്. അപ്പോൾ 1000 മാസം എന്ന് പറയുമ്പോൾ എത്രയാണെന്നുണ്ട് നമ്മുടെ കണക്കിൽ തന്നെ 1000 മാസം തന്നെ കണക്ക് കൂട്ടുകയാണെങ്കിൽ അത് 83 കൊല്ലവും 4 മാസം വരും. അപ്പോൾ ഒരാൾക്ക് ഒരു ലൈലത്തുൽ ഖദർ കിട്ടിയെങ്കിൽ അതിൻ്റെ അകത്ത് ഇബാദത്ത് ചെയ്യാൻ വേണ്ടിയിട്ട് തൗഫീഖ് കിട്ടിയാൽ അവനെന്തായി? ഒരു 83 കൊല്ലം ചെല്ലാനും ഇബാദത്ത് എടുത്തതായിരിക്കുന്ന ഫലത്തിലായി. അങ്ങനെ ഒരു മനുഷ്യൻ്റെ ആയുസ്സിൽ
ഒരു 10-12 ലൈലത്തുൽ ഖദ്ർ കിട്ടിയാൽ അവന് 1000 കൊല്ലം ജീവിച്ചതിൻ്റെ ഫലമായിട്ട് വരുന്നുണ്ട്. അപ്പോൾ മുന്നൂറ്റൊമ്പത്തിനേക്കാൾ നമ്മൾക്ക് പ്രത്യേകത ഇവിടെ കിട്ടുന്നത് എന്തുകൊണ്ടെന്ന് വെച്ചെങ്കിൽ ഖൈറു ഉമ്മത്താകുന്നത് എന്തുകൊടുത്ത് നമ്മളെ അല്ലാഹു സുബ്ഹാനഹു വ തആല മുൻകഴിഞ്ഞ ഉമ്മത്തുകളെക്കാളും എല്ലാം നമ്മളെ ഈ സ്വാലിഹായതായിരിക്കുന്ന അമലുകൾ ചെയ്തുകൊണ്ടിട്ട് നമ്മൾക്ക് ഇവിടെ എല്ലാവരേക്കാളും മുൻതൂക്കമാക്കിയിട്ടുണ്ട്. അതുകൊണ്ടാണ് നമ്മൾ കുന്തും ഖൈറ ഉമ്മത്തിൻ, നിങ്ങൾ ഖൈർ ഉമ്മത്തായി പോയിട്ടുണ്ട്. എന്തുകൊണ്ട്? ഖൈറുൻ നബിയായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഉമ്മത്തായതുകൊണ്ട് എന്ന് നബി ഖുർആനിൽ നമ്മളെ അള്ളാഹു പഠിപ്പിക്കുന്നു. ബഹുമാനികളെ, വളരെ ഗൗരവമായിട്ട് ഇത് ചിന്തിക്കേണ്ട ഒരു വിഷയമാണ്. അപ്പോൾ അല്ലാഹു സുബ്ഹാനഹു തആല നമ്മളിവിടെ ഈ ദുനിയാവിലേക്ക് അല്ലാഹു സുബ്ഹാനഹു തആല ഇറക്കും. ഈ ദുനിയാവാണ് നമുക്കിപ്പോൾ നമ്മൾ എല്ലാ വിഷയത്തിലുള്ളതായിരിക്കുന്ന അവസാനത്തേതായിരിക്കുന്ന കാര്യങ്ങളെല്ലാം ഇതിലാണ്, ഈ ദുനിയാവിലാണുള്ളത്. അത് ദാറുൽ അമലൊന്നുമല്ല, മുമ്പ് കഴിഞ്ഞ വയസ്സ്. അത് അല്ലാഹു സുബ്ഹാനഹു തആലൻ്റെ കൊണ്ട് എല്ലാവരും അല്ലാഹു ഒരുവനാണെന്ന് സമ്മതിച്ചതായിരിക്കുന്ന ഒരു സന്ദർഭമാണ് ഇത് ആലമുൽ അർവാഹിൽ ഉണ്ടായത്. അപ്പോൾ ഒന്നും അമലൊന്നുമില്ല. അമലെല്ലാം എന്താണ്? അന്ന് ഈമാനിയായിരിക്കുന്ന ഒരു കാര്യം, തൗഹീദിൻ്റെ ഒരു കാര്യമാണ് അന്നുണ്ടായത്. അതിനോട് തുടർന്നുകൊണ്ടാണ് ഇപ്പോൾ ഇവിടെ ഉണ്ടാക്കുന്നത്. ഇവിടെ ആൾക്കാർ ജനിച്ചു വരുന്നത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, കുല്ലു മൗലൂദിൻ യൂലദു അലൽ ഫിത്ര. ഇവിടെ ജനിച്ചു വരുന്ന ഏത് മക്കളും, അത് മുസ്ലിമിൻ്റെ മക്കളാവട്ടെ കാഫറിൻ്റെ മക്കളാവട്ടെ ആരെ മക്കളായെങ്കിലും ഇവിടെ വരുന്നത് അത് ഫിത്രത്തിൻ്റെ പേര്, ഫിത്രത്തുൽ ഇസ്ലാമിൻ്റെ ലായിട്ട് വരുന്നത് വെച്ചെങ്കിൽ ഈമാനോട് കൂടിയാണ് അവർ പടപ്പത്തരത്തിൽ തന്നെ വരുന്നത്. കാരണം പണ്ട് ആലമുൽ ദറിൽ വെച്ചിട്ട് ആലമുൽ അർവാഹിൽ വെച്ചിട്ട് ഉണ്ടായ തൗഹീദ്, അതിലേക്കൊരു മാറ്റം അതിൻ്റെ ഇടയിൽ വന്നിട്ടില്ല. ശിർക്കോ കുഫറൊന്നും വന്നിട്ടില്ല. ഇവിടെ പ്രസവിക്കുമ്പോൾ തന്നെ ആ വിശ്വാസത്തിലായിട്ടാണ് ഇവിടെ എന്താക്കുന്നത്, ജനിക്കുന്നത്. പിന്നെ ഫഅബവാഹു യുഹവ്വിദാനിഹി വയുനസ്സിറാനിഹി, ഉമ്മയും ബാപ്പയാണ് പിന്നെ എന്താക്കുന്നത്, അവനെ യഹൂദിയും നസാരയിലേക്കെല്ലാം കാരണക്കാരാകുന്നത്. മുജ്ജിസാനിഹി, ചില മജൂസിയാകുന്നു, ചില നസാരയാകുന്നു, ചില യഹൂദിയാകുന്നു. ഇങ്ങനെയുള്ളതായിരിക്കുന്ന ഓരോരി പിന്നെ ദീനുകളായിട്ട് ഇവിടെ വരുന്നുണ്ട്. കാരണം അവരുടെ ബാപ്പന്മാരെ കാരണം കൊണ്ടിട്ട് അവരോട് തുടർന്നുകൊണ്ടിട്ട് മക്കൾ, മുസ്ലിമിൻ്റെ മക്കൾ മുസ്ലിമായിട്ട് വരുന്നുണ്ട്. അതാണ് ഒരു മുസ്ലിമിൻ്റെ മക്കൾ, മുസ്ലിം ഉപ്പമാക്ക് ജനിച്ച ഒരു കുട്ടി അവനിപ്പോൾ ഇസ്ലാമാകണമെങ്കിൽ അവന് ഷഹാദത്ത് ചെല്ലേണ്ട നിർബന്ധമില്ല, ഇസ്ലാമാകാൻ വേണ്ടിയിട്ട്. അപ്പോൾ അവൻ വരുമ്പോൾ തന്നെ അവൻ്റെ ഉപ്പാപ്പനോട് തുടർന്നുകൊണ്ടിട്ട് അവന് മുസ്ലിമാണ്. കാഫിര്യങ്ങളായ മക്കൾ, കാഫിറിൻ്റെ മക്കൾ അവരെ ഉപ്പാപ്പനോട് തുടർന്നിട്ട് കാഫിറാണ്. പക്ഷെ വരുമ്പോഴെല്ലാം ഇതേ തൗഹീദിൻ്റെ മേലിലാണ് എല്ലാവരും തിരിച്ചു വരുന്നത് എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മൾ പറയുന്നു. ബഹുമാന മുഅ്മിനീകളെ, ഇതെല്ലാം നമ്മൾ വളരെ ഗൗരവമായിട്ടൊരു മനസ്സിലാക്കേണ്ട ഒരു കാര്യമാണ്. അപ്പോൾ കുല്ലു മൗലൂദിൻ യൂലദു അലൽ ഫിത്ര, ഏതൊരു ജനിച്ചു വരുന്ന കുട്ടിയും അത് ഫിത്രത്തുൽ ഇസ്ലാമിൻ്റെ ലായിട്ടാണ് വരുന്നത്. ഒരർത്ഥമാണ്. പിന്നൊരർത്ഥത്തിൽ പറയുന്നു, മുഫസ്സിരീങ്ങളുടെ വ്യാഖ്യാതാക്കൾ പറയുന്നു, കുല്ലു മൗലൂദിൻ യൂലദു അലൽ ഫിത്ര, എല്ലാ പ്രസവിക്കുന്ന കുട്ടികളും അത് ഫിത്രത്തുൽ ഇസ്ലാമിനെ പിന്നെ ഇസ്ലാമിനെ സ്വീകരിക്കാൻ പാകമുള്ള സ്ഥിതിക്കാണ് ജനിച്ചു വരുന്നത്. അവർക്ക് ശിർക്കും കുഫറൊന്നും പിന്നെ ഇവിടെ ഇല്ലെങ്കിൽ പിന്നെ എല്ലാം എന്താണ്, ഉപമൻ്റെ കാരണത്തിലാണല്ലോ ഇപ്പം ഇങ്ങനെ യഹൂദി നസാറയും മജൂസെല്ലാം. അതൊന്നും ഇല്ലെങ്കിൽ എല്ലാവരും ഇസ്ലാമിനെ സ്വീകരിക്കുന്ന ഭാഗത്തിലാണ്, ഒരു പിന്നെ ശിർക്കും ഇല്ലാത്ത രൂപത്തിലാണ് ജനിച്ചു വരുന്നത്. അതിൻ്റെ ആ ഭാഗത്തിലാണ് എന്ന് ബഹുമാനപ്പെട്ട വ്യാഖ്യാതാക്കൾ പറയും. ചുരുക്കി പറഞ്ഞാൽ നമ്മളിവിടെ ഉമ്മ ഉപ്പാൻ്റെ മുഖേനയായിട്ട് നമ്മളിവിടെ ജനിച്ചു വരുന്നുണ്ട്. നമുക്ക് ഒരു ഉപ്പ ഉമ്മൻ്റെ കൂടിയിട്ട് ആയിട്ട് വരണമെങ്കിൽ എന്ത് വേണം? അത് അന്ന് തുടങ്ങിയിട്ടുണ്ട്. എന്ത്? നിക്കാഹ്. സ്വർഗത്തിൻ്റെ അകത്ത് ആദം നബി അലൈഹി ഇസ്ലാമിനിക്ക് ഹവ്വാ റളിയല്ലാഹുവിനെ നിക്കാഹ് ചെയ്ത് ആ നിക്കാഹിൻ്റെ ബന്ധത്തിൽ കൂടിയിട്ട് പറഞ്ഞത്. അതാണ് ആദ്യമായിട്ട് പഠിക്കുന്നത്. ഇവിടെ സിന എന്നുള്ളത് അല്ലാഹു സുബ്ഹാനഹു വ തആല കർശനമായിട്ട് വിരോധിച്ചിട്ടുണ്ട്. സന്താനം ഇപ്പോൾ പിന്നെ നിക്കാഹ് ചെയ്താലും സിന പിന്നെ അല്ലാതെയും ഇവിടെ സന്താനം ഉണ്ടാവും, അതിനൊരു തടസ്സമില്ല. പിന്നെ എന്താണ്? അത് ശരിയായ ധരിക്കുന്ന സന്താനമാണ് ആയിട്ട് പറഞ്ഞെങ്കിൽ അത് ശരിയായ നിക്കാഹിൽ കൂടിയിട്ടായിട്ട് പറഞ്ഞു. നിക്കാഹ് എന്ന് പറഞ്ഞാൽ അത് ഇപ്പോൾ ഇസ്ലാമിൻ്റെ നിക്കാഹ്, അത് അല്ലാഹു സുബ്ഹാനഹു വ തആലാൻ്റെ ശരീഅത്തിൻ്റെ നിയമപ്രകാരമുള്ള നിക്കാഹാണ്. അതിനൊക്കെ ആണ് അംഗീകാരമുള്ളത്.
മറ്റുള്ളവരുടെ നിക്കാഹിലേക്കും അംഗീകാരമുണ്ട്. അവർ ഇസ്ലാമിലേക്ക് കടന്നാൽ പിന്നെ അവരെ നിക്കാഹിനെ പിന്നെ പുതുക്കേണ്ടതില്ല. ഒരു കാഫിറായ ധരിക്കുന്ന ഒരു മുസ്ലിമായ ആണും പെണ്ണും എന്തായി ഇസ്ലാമായി, അവർ ഷഹാദത്ത് ചൊല്ലി ഇസ്ലാമിലേക്ക് കടന്നെങ്കിൽ നേരത്തെ അവർക്ക് മക്കളെല്ലാം ഉണ്ടായിട്ടുണ്ട് എങ്കിൽ അവർ നിക്കാഹിനെ പുതുക്കേണ്ടതില്ല. ആ നിക്കാഹിലേക്ക് അംഗീകാരം കൊടുക്കുന്നുണ്ട്. അങ്ങനെയാണല്ലോ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ സ്വഹാബത്തിൻ്റെ ഉപ്പനൊക്കെയും ഉണ്ടായിരുന്നു. അവരെല്ലാം ഇസ്ലാമിലേക്ക് കടന്നു വന്നതിന് ശേഷം അവരൊക്കെ നിക്കാഹിനെ പുതുക്കിയിട്ടില്ല. അപ്പോൾ പുതുക്കേണ്ടതില്ല. അത് എന്ന് ആ നിക്കാഹ് അത് ഹലാലായ രൂപത്തിൽ അവരെ മതത്തിലെത്തത് ഹലാലായ നിലക്കാണ് അതായിട്ടുണ്ടെങ്കിൽ നമുക്കത് വിരോധമില്ല. അതുകൊണ്ട് അല്ലാഹു സുബ്ഹാനഹു വതആല നിക്കാഹ് ചെയ്തിട്ട് നല്ല ഹലാലായ സന്താനങ്ങളെ ഉണ്ടാക്കാൻ വേണ്ടിയിട്ടാണ് അല്ലാഹു സുബ്ഹാനഹു വതആല കൽപ്പിച്ചിട്ടുള്ളത്. എന്നല്ലാതെ സിനാ കൊണ്ടുണ്ടെങ്കിൽ അതിലേക്ക് അസിലില്ലാത്തതാണ്. അസിലില്ലാത്ത ഒരു ഫസ്ലും അത് ഫലമുള്ളതല്ല, അത് വലിയ നഫ്ഉ ഉണ്ടാവില്ല. അതുകൊണ്ടാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞത് ലാ യദ്ഖുലുൽ ജന്നത വലദുസ് സിനാ, സിനാൻ്റെ വലത് സ്വർഗത്തിലേക്ക് കടക്കൂല. സിനായിലുണ്ടായിരിക്കുന്ന സന്താനം എന്ന് പറഞ്ഞെങ്കിൽ ആണാട്ട് പെണ്ണാട്ട് അത് സ്വർഗത്തിലേക്ക് കടക്കില്ല എന്ന് പറഞ്ഞെങ്കിൽ അവർക്ക് അസിലില്ലാത്തത് കൊണ്ട് പിന്നെ അവരെ സ്വർഗത്തിലേക്ക് കടക്കലിനുള്ള ആ പാകത അവരിലില്ല. അവർക്ക് അങ്ങനത്തേതായിരിക്കുന്ന യോഗ്യതയില്ല അവരിൽ. അതുകൊണ്ടാണ് അവർ മോശപ്പെട്ട ആൾക്കാരായിട്ടാണ് അധികം വരിക. കാരണം അസിലില്ലാത്തത് കൊണ്ട്. വേറൊരു കാര്യത്തിൽ കാണാം ഇലാ സബുവത്തി ഔലാദിന്, 7 മക്കൾ വരെ, മക്കളെ എന്നിട്ട് 7 മക്കൾ, അവരെ മക്കായിട്ട് 7 മക്കൾ വരെ അവർ അതിൻ്റെ ആ ദോഷം അത് അവിടെ നിലനിൽക്കും. അവരും സ്വർഗത്തിലേക്ക് കടക്കലാണ്. ചുരുക്കത്തിൽ കുട്ടി തെറ്റ് ചെയ്തിട്ടില്ല. ഇവിടെ ഉപ്പ ഉമ്മയാണല്ലോ സിനാ ചെയ്തത്. കുട്ടീൻ്റെ ഉപ്പയുമ്മയായിട്ട് വരുന്ന ആൾക്കാരാണ് ഇപ്പോൾ സിനാ ചെയ്തത്. അപ്പോൾ ഇവർ തെറ്റ് ചെയ്തിട്ടല്ല. പക്ഷേ അവർക്ക് എന്താകുന്നുണ്ട്, ഇങ്ങനെ ഉണ്ടായതിരിക്കുന്ന സന്താനമായതുകൊണ്ട് അവർക്ക് അങ്ങനെ സ്വർഗത്തിലേക്ക് കടക്കാനുള്ള ധരിക്കുന്ന യോഗ്യത അവരിൽ ഇല്ലാത്തതാണ്. അതുകൊണ്ട് ആ സ്വർഗത്തിൽ കടക്കില്ല എന്ന് പറഞ്ഞതിൻ്റെ അർത്ഥം. എന്നല്ലാണ്ട് അവർ തെറ്റ് ചെയ്തെന്നല്ല. മക്കളെ വെക്കുന്ന തെറ്റുണ്ടായിട്ടില്ലല്ലോ. ഇപ്പോൾ തെറ്റ് ചെയ്തതും പാപ്പയും കൂടിയിട്ടാണല്ലോ. അപ്പോൾ അവരെ വെക്കുന്നതാണ് തെറ്റുണ്ടായത്. പക്ഷേ ആ തെറ്റിൻ്റെ കാരണം കൊണ്ടിട്ട് അത് വലിയ അക്ബറുൽ കബായിറാണ് അള്ളാഹുവിൻ്റെ അടുക്കൽ. അതുകൊണ്ടിട്ട് അല്ലാഹു സുബ്ഹാനഹു വതആല അങ്ങനെയുള്ള ജനിച്ചതായിരിക്കുന്ന മക്കൾക്ക് അവർക്ക് നല്ലതായിരിക്കുന്ന കാര്യങ്ങൾ ചെയ്യാനുള്ളതായിരിക്കുന്ന യോഗ്യത അവർക്ക് ഇല്ലാതെ നഷ്ടപ്പെടുന്നു. അതുകൊണ്ട് അവർ സ്വർഗത്തിൽ കടക്കാൻ തടസ്സമാകുന്നു. അതുകൊണ്ട് അല്ലാഹു സുബ്ഹാനഹു വതആല പറയുന്നു, ഇവിടെ ഈ ചെറിയതായിരിക്കുന്ന ഈ പിന്നെ ചുരുങ്ങിയതായിരിക്കുന്ന ഒരു ഇടുക്കത്തനമായതായിരിക്കുന്ന ഒരു ആയുസാണ് അല്ലദീ ഖലഖൽ മൗത വൽ ഹയാത്ത്. ഒരു ഹയാത്തിൻ്റെയും മൗത്തിൻ്റെ ഇടയിലുള്ള ഒരു ജീവിതം ഞങ്ങൾ ഈ ഉമ്മത്തിനെ സംബന്ധിച്ചിടത്തോളം അത് ചെറിയൊരു ആയുസാണ്. ഞാൻ പറഞ്ഞല്ല, 60-ൻ്റെ 70-ൻ്റെ ഇടയിലുള്ള ആയുസാണ്. അതുകൊണ്ടാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ആയുസ് 60-ൻ്റെ ഇടയിൽ ആയിട്ട് 63 വയസ്സായിട്ട്. അങ്ങനെ 63 വയസ്സ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് അള്ളാഹു കണക്കാക്കിയതാണ്. എന്നിട്ടോ ഇവിടെ 1000 കൊല്ലം ജീവിച്ച അമ്പിയാക്കന്മാരുണ്ട്. നൂഹ് നബി അലൈഹി ഇസ്ലാം, അതുപോലെ തന്നെ ആദം നബി അലൈഹി ഇസ്ലാം തുടങ്ങിയുള്ള അമ്പിയാക്കന്മാരിന് 1000 വർഷം വരെ ജീവിച്ചത്. അവരെ എല്ലാവരെക്കാളും ഹൈറായിട്ടാണ് അല്ലാഹു സുബ്ഹാനഹു വതആല തങ്ങളാക്കിയത്. ആയുസ് കുറവാണ്. ഈ ചുരുങ്ങിയതായിരിക്കുന്ന ഒരു ആയുസിൻ്റെ അകത്ത് വലിയതായിരിക്കുന്ന സ്ഥാനം ഖദറും അല്ലാഹു സുബ്ഹാനഹു വതആല കൊടുത്തു. അള്ളാഹിൻ്റെ ഇഷ്ടമല്ലേ ഫിൽ ഖൽഖി മാ യശാ. അള്ളാഹു ഉദ്ദേശിച്ചതായിരിക്കുന്ന കാര്യങ്ങളൊക്കെയും അള്ളാഹു കൊടുക്കും. അവൻ്റെ ഇഷ്ടമാണ്. ലാ യുസ്അലു അമ്മാ യഫ്അലു വഹും യുസ്അലൂൻ. അള്ളാഹു സുബ്ഹാനഹു വതആലയോട് ലാ യുസ്അലു അമ്മാ യഫ്അലു, അള്ളാഹു ചെയ്യുന്ന ഒന്നിനെ തൊട്ട് ഇവിടെ ചോദ്യം ചെയ്യപ്പെടുന്നതല്ല. കാരണം മാലിക്കുൽ മുലൂക്കാണ്, നമ്മളെല്ലാം അടിമകളാണ്. അതുകൊണ്ട് അള്ളാഹുവിൻ്റെ അടിമത്തരം സ്വീകരിച്ചിട്ട് ഇവിടെ ജീവിക്കാനല്ലാണ്ട് അവൻ ചെയ്യുന്നതായിരിക്കും അവൻ്റെ ചോദ്യം ചെയ്യാൻ ആരുമില്ല. ഇവിടെ നീ എന്തിനാ അങ്ങനെ ആക്കി ഉടച്ചവനെ, അതെന്താ നിനക്ക് ഇങ്ങനെ ആക്കാത്തത് എന്ന് പറഞ്ഞിട്ട് അള്ളാഹുവിനോട് ചോദ്യം ചെയ്യേണ്ട ആവശ്യം ആർക്കുമില്ല. അങ്ങനത്തെ ഒരു അവകാശം ഇല്ല എന്നാണ് പടച്ചവൻ പറയുന്നത്. അതുകൊണ്ട് അല്ലാഹു സുബ്ഹാനഹു വതആല ഇവിടെ പറഞ്ഞു എന്താണ്, ഈ ദുന്യാവിൻ്റെ അകത്തുള്ളതായിരിക്കുന്ന ഈ 2ാമത്തെ ആയുസുകാരാണ് നമ്മൾ. അതൊന്നും നമ്മൾ ഗൗരവമായിട്ട് മനസ്സിലാക്കണം. ഒരു ആയുസ് നമ്മളത് കഴിഞ്ഞു, 2ാമത്തെ ആയുസിലാണ് നമ്മളിപ്പോൾ ഉള്ളത്. അതായത് ഉമ്മാൻ്റെ പള്ളിയിൽ നിന്നിട്ട് ജനിച്ചിട്ട് പിന്നെ മരണം വരെയുള്ളതായിരിക്കുന്ന ഒരു ജീവിതമാണ്, ഒരു ചെറിയ ഒരു ആയുസാണ് നമ്മുടെ ആയുസ്. അത് പിന്നെ
ശരിയായുസ് എന്ന് പറഞ്ഞെങ്കിൽ നമ്മൾ പിന്നെ എല്ലാവർക്കും 63 വയസ്സെന്നതിൻ്റെ അർത്ഥമല്ല. ചില ആൾ 100 വർഷം ജീവിച്ചവരുണ്ട്, 150 വർഷം ജീവിച്ചവർ ഈ ഉമ്മത്തിൽ തന്നെ ഉണ്ട്, 250 വരെ ജീവിച്ച ആൾക്കാരുണ്ട്. ബഹുമാനപ്പെട്ട മഹാനായ സൽമാനുൽ ഫാരിസി റളിയല്ലാഹു അൻഹു 250 കൊല്ലം ജീവിച്ചിട്ടുണ്ടെന്ന് ഇത്തിഫാഖുണ്ട്. അയിമത്തിൻ്റെ ഇടയിൽ തർക്കമില്ല. ചില കൂട്ടർ 350 എന്ന് പറഞ്ഞവരുണ്ട്. ഏതായാലും അയാൾ ഇസ്ലാമിൽ കടന്നിട്ട് കുറച്ച് കാലം ഉണ്ടായിരുന്നെങ്കിലും അതിൻ്റെ ആയുസ് മുമ്പുള്ളതായിരിക്കുന്ന ആയുസ് വരെ നീണ്ട ആയുസ് ജീവിച്ച ആളാണ് അദ്ദേഹം. പിന്നെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ മദീനത്തേക്ക് ഹിജ്റ പോയതിൻ്റെ ശേഷമാണ് വിശ്വസിച്ചത്. അങ്ങനെ മൂപ്പരുടെ അങ്ങനെ 250 കൊല്ലം ജീവിച്ച ആളുണ്ട്. അപ്പോൾ ഇവിടെ അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മൾക്ക് ഈ ലോകത്തിലേക്ക് ഒരു ഹയാത്തിനെയും ഒരു മൗത്തിനെയും വളർത്തുന്നുണ്ട്. നേരത്തെ ഒരു ഹയാത്ത് പടച്ചിരുന്നു. ആദം നബി അലൈഹി ഇസ്ലാമിലൊക്കെ മക്കളാകുന്ന നമ്മളെല്ലാവരും വെക്കുന്നു. നമ്മൾക്ക് പിന്നെ അഹദ് പിന്നെ വേണ്ടിയിട്ട് കറാറിന് വേണ്ടിയിട്ട് ഒരു ഹയാത്ത് നമ്മൾ ഉണ്ടാക്കിയിരുന്നു. എന്നിട്ട് നമ്മളെ മരിക്കുകയും ചെയ്തിട്ടുണ്ട്. അപ്പോൾ അത് കഴിഞ്ഞിട്ട് ആ സംഭവം കഴിഞ്ഞിട്ട് അതിൻ്റെ ശേഷം അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ ദുനിയാവിൻ്റെ അകത്ത് അല്ലാഹു പറയുന്നു, അല്ലദീ ഖലഖൽ മൗത വൽ ഹയാത്ത. അല്ലാഹു സുബ്ഹാനഹു വ തആല മൗത്തിനെയും ഹയാത്തിനെയും പടച്ചിട്ടുണ്ട്. അല്ലാഹു സുബ്ഹാനഹു വ തആല ഇവിടെ മുന്നേ മുന്തിച്ചത് മൗത്തിനെയാണ്, പിന്നെയാണ് ഹയാത്തിനെ പറഞ്ഞത്. വാസ്തവത്തിൽ ഇവിടെ അങ്ങനെയാണ് ഉണ്ടാകുക. മുന്നേ ഹയാത്തായിട്ട് പിന്നെ മുക്തനുണ്ടാകും. പടച്ചവൻ അങ്ങനെയല്ല പറഞ്ഞു. അല്ലദീ ഖലഖൽ മൗത വൽ ഹയാത്ത. അല്ലാഹു തആല എങ്ങനത്തെ അള്ളയാണ്? അവൻ ഖലഖൽ മൗത, മൗത്തിനെ പഠിച്ചിട്ടുണ്ട്, വൽ ഹയാത്ത, ഹയാത്തിനെ പഠിച്ചിട്ടുണ്ട്. അപ്പോൾ പിന്നെ ഉണ്ടാകുന്ന കാര്യത്തിന് മുന്നേ പറഞ്ഞു. ഇവിടെ തഫ്സീറിൻ്റെ പണ്ഡിതന്മാർ പറയുന്നു, ഇത് അള്ളാഹു മൗത്തിനെ ഇവിടെ മുന്തിക്കാൻ കാരണം, ഹയാത്ത് മുന്നേ ഉള്ളത് ആയതോട് കൂടിയിട്ട് മൗത്തിനെ മുന്തിക്കാൻ കാരണം ഇവിടെ ജനിക്കുന്നത് തന്നെ മരിക്കാൻ വേണ്ടിയിട്ടാണെന്ന്. അപ്പോൾ ജീവിക്കാൻ വേണ്ടിയിട്ട് ജനിക്കുന്നതല്ല. അലാ കുല്ലു മൗലൂദിൻ ഫലിൽ മൗത്തി യൂലദു വലസ്താ തറാ ഹയ്യൻ യഈസു വയഖുലുദു എന്ന് ബഹുമാനപ്പെട്ട മഹാന്മാർ പറഞ്ഞ പോലെ അലാ കുല്ലു മൗലൂദിൻ, എല്ലാ ജനിക്കുന്ന സന്താനങ്ങളൊക്കെ ഫലിൽ മൗത്തി, മരണത്തിന് വേണ്ടിയിട്ടാണ് യൂലദിന്, മരിക്കാൻ വേണ്ടിയിട്ടാണ് ഇവിടെ പടക്കപ്പെടുന്നത്. അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ ഖിതാബാണ് ആദം നബി അലൈഹി ഇസ്ലാമിൻ്റെ മക്കളോടെല്ലാം പറഞ്ഞത്. ലിദൂലിൽ മൗത്തി വബുനൂലിൽ ഖറാബി. നിങ്ങൾ ദുനിയാവിലേക്ക് പോയെങ്കിൽ നിങ്ങൾ സന്താനങ്ങൾ ഉണ്ടായിക്കൂടെ, പിന്നെയോ നിങ്ങൾ എന്തുണ്ടാക്കിയെങ്കിലും അത് ഖറാബിലേക്കുള്ളതാണ്. നിങ്ങളുടെ ബിൽഡിങ്ങുകൾ, നിങ്ങളുടെ ഏർപ്പാടുകളെല്ലാം അതെല്ലാം നശിക്കാനുള്ളതാണ് എന്ന് പറഞ്ഞിട്ടാണ് ഇവിടെ ഇങ്ങോട്ട് അയച്ചത്. ചുരുക്കി പറഞ്ഞാൽ മരിക്കാൻ വേണ്ടിയിട്ടാണ് ഇവിടെ ജനിക്കുന്നതെന്ന് മനസ്സിലാക്കണം. അതിന് വേണ്ടിയിട്ടാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല ഖലഖൽ ഹയാത്ത വൽ മൗത എന്ന് പറയാതെ ഖലഖൽ മൗത വൽ ഹയാത്ത എന്ന് പറയും. അപ്പോൾ എന്നിട്ട് അല്ലാഹു പറയുന്നു, ലിനബുലുവക്കും അയ്യുക്കും അഹ്സനു അമല. നമ്മളൊരു പരീക്ഷണം ഇവിടെ നടത്താൻ വേണ്ടിയിട്ടാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല ഇവിടെ പരീക്ഷിച്ചിട്ട് നമ്മൾ പഠിക്കേണ്ട ആവശ്യമില്ല. അല്ലാഹു നമ്മൾ നേരത്തെ അല്ലാഹു ആരാണ് സആദത്തിൻ്റെ ഹരികാരാര്, ശക്കാവത്തിൻ്റെ ഹരികാരാര്, വിജയത്തിൻ്റെ ഹരികാരാണ്, പരാജയത്തിൻ്റെ ഹരികാരാണ്, സ്വർഗത്തിൻ്റെ ഹരികാരാര്, നരകത്തിൻ്റെ ഹരികാരം നേരത്തെ അല്ലാഹു സുബ്ഹാനഹു വ തആല അറിഞ്ഞിട്ടുണ്ട്. അപ്പം നമ്മളോട് ഈ പെരുമാറുന്ന പെരുമാറ്റം അല്ലാഹു സുബ്ഹാനഹു വ തആല ഇവിടെ ഈ ദാറു തക്ലീഫ് എന്ന് പറയുന്ന തക്ലീഫിൻ്റെ ലോകമാണ്. ദാറു തക്ലീഫ്, കീർത്തനൻ്റെ വീട്. കഴിഞ്ഞ വീടുകളൊന്നും കീർത്തൻ്റെ വീടൊന്നുമല്ല. അപ്പോൾ കഴിഞ്ഞ കാലം ഇനി വരുന്നതും കീർത്തൻ്റെതല്ല. ഇത് ദാറുൽ അമലാണ്. ഇനി വരുന്നതായിരിക്കുന്ന ലോകം, ഇത് കഴിഞ്ഞാൽ ഈ ദുന്യാവിൻ്റെ ജീവിതം കഴിഞ്ഞെങ്കിൽ പിന്നെ വരുന്നതായിരിക്കുന്ന ലോകം അത് നമ്മളുടെ ജസാവിൻ്റെ ലോകമാണ്, പ്രതിഫലത്തിൻ്റെ. ഇവിടെ അമൽ ചെയ്തതിൻ്റെ പ്രതിഫലം കിട്ടുന്നതായിരിക്കുന്നത് മരണത്തിൻ്റെ ശേഷമുള്ളതായിരിക്കുന്ന ജീവിതമാണ് പ്രതിഫലത്തിൻ്റെ ജീവിതം. അത് ആണ് പറഞ്ഞത്. അപ്പോൾ മരണത്തോടു കൂടിയിട്ട് നമ്മുടെ ഇവിടുത്തെ ജീവിതം അവസാനിക്കുന്നു. പിന്നെ നമുക്ക് പ്രതിഫലത്തിൻ്റെ വീടാണ് അങ്ങോട്ട് പോകുന്നത്. ഇവിടെ നിന്ന് മരിച്ചു കഴിഞ്ഞാൽ പിന്നെ കൊണ്ടുപോയിട്ട് കബറിലല്ലേ വെക്കുക. അവിടെ നോക്കൂ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നിങ്ങൾ പറയുന്നു, അൽ ഖബർ റൗളത്തും ഇമ്മാ റൗളത്തും റിയാലിൽ ജന്ന ഔ ഹുറത്തും മിൻ ഹുറിൻ നീറാൻ. ഖബർ എന്നുള്ളത്, ഖബറിൻ്റെ ജീവിതം എന്നുള്ളത് അത് സ്വർഗത്തിൻ്റെ തോട്ടമാണ് ചിലർക്ക്. പിന്നെ ചിലർക്കത് നരകക്കുണ്ടിൽ വെച്ചിട്ടൊരു കുണ്ടാണ്. അതെന്ന് വെച്ചെങ്കിൽ അവിടെയാണിപ്പോൾ എന്താക്കുന്നത്, ജസാവിൻ്റെ പ്രതിഫലം തുടങ്ങുന്നത്. അത് അവസാനിക്കുന്നത് എവിടെയാണ്? അത്
സ്വർഗത്തുകാർക്ക് സ്വർഗത്തിലും നരകക്കാർക്ക് നരകത്തിലുമാണ്. അതാണ് പടച്ചവൻ പറഞ്ഞത്, ഇന്നമാത്തു വഫൂന ഉജൂറക്കും യൗമൽ ഖിയാമ. ഓ ജനങ്ങളെ, നിങ്ങൾക്കുള്ളതായിരിക്കുന്ന അമലിൻ്റെ പ്രതിഫലെല്ലാം നിങ്ങൾ ദുനിയാവിൽ തരുന്നില്ല. ദുനിയാവ് അമൽ ചെയ്യാൻ വേണ്ടിയിട്ടുള്ള സൗകര്യങ്ങളാണ് ഇവിടേക്ക് ചെയ്തു തന്നിട്ടുള്ളത്. ഖലഖലക്കും മാഫിൽ അർദി ജമിയ. എനിക്ക് നിങ്ങൾ അടിമപ്പെട്ട് ജീവിക്കാൻ വേണ്ടിയിട്ട് നിങ്ങൾക്ക് ഭൂമിൻ്റെ അകത്തുള്ള എല്ലാ സാധനങ്ങളെയും മനുഷ്യനിക്ക് എന്തെല്ലാം ആവശ്യമുണ്ടോ അതെല്ലാം നിങ്ങൾക്ക് ഞാൻ ചെയ്തു തന്നിട്ടുണ്ട് എന്ന് പടച്ചവൻ പറയുന്നു. അപ്പോൾ അത് അല്ലാഹു സുബ്ഹാനഹു വതആല കൂടെ ഒരു പ്രതിഫലം തരുന്നതല്ല, അമൽ ചെയ്യാനുള്ള ഒരു സൗകര്യമാണ്. അദ്ദുന്യാ കുല്ലുഹാ മതാഉൻ. ദുന്യാവ് മുഴുവനും അത് മനുഷ്യനിക്ക് സുഖം സിദ്ധിക്കാൻ വേണ്ടിയിട്ടാണ്. അള്ളാഹു പൊരുത്തപ്പെട്ട വഴിയിലേക്ക് കൂടിയിട്ട് സുഖം സിദ്ധിക്കാൻ വേണ്ടിയിട്ടാണ് അല്ലാഹു സുബ്ഹാനഹു വതആല. അതുകൊണ്ടിട്ട് തന്നെ നമ്മൾക്ക് എന്ത് ഇവിടെ ഈ ദുന്യാവിൻ്റെ അകത്ത് അമൽ ചെയ്യാൻ വേണ്ടിയിട്ടുള്ള സൗകര്യങ്ങൾ അല്ലാഹു ഇവിടെ ചെയ്തു തന്നിട്ടുണ്ട്. ഒരു മൂമിനായിട്ട് ജീവിക്കുന്ന ആൾക്ക് അവനക്ക് എന്തെല്ലാം സൗകര്യം വേണോ അതെല്ലാം ഇവിടെ ഉണ്ട്. അല്ല, മൂമിനല്ലാതെ ഒരുത്തന്നെ ജീവിക്കുന്ന അരിക്കും വേണ്ടുന്ന സൗകര്യം ഇവിടെ ഉണ്ട്. അതുകൊണ്ടിട്ടാണ് അല്ലാഹു സുബ്ഹാനഹു വതആല ഇവിടെ ഈ ദുന്യാവിൻ്റെ അകത്ത് അവൻ്റെ റഹ്മാൻ എന്ന് പറയുന്ന സിഫത്തിനെ ഇവിടെ വെളിവാക്കിയിട്ടുണ്ട്. റഹ്മാൻ എന്ന് പറഞ്ഞാൽ എന്താണ്? ദുന്യാവിൽ ഭയപ്പെട്ട മോമിനിങ്ങൾക്കും കാഫിര്യങ്ങൾക്കും ഗുണം ചെയ്യുന്നവൻ. അപ്പോൾ റഹ്മാനായ റബ്ബ് എന്ത് ചെയ്യുന്നുണ്ട്? ഇവിടെ ആ നിലക്ക് ഇവിടെ പെരുമാറുന്നുണ്ട് അവൻ്റെ അടിമകളോട്. ഈ ലോകം കഴിഞ്ഞാൽ പിന്നത്തെ പെരുമാറ്റം അങ്ങനെയല്ല. പിന്നെ അല്ലാഹു സുബ്ഹാനഹു വതആല അവൻ്റെ സിഫത്ത് മുഅ്മിനീങ്ങളായി ധരിക്കുന്ന ആൾക്കാർക്ക് അവൻ്റെ റഹീം എന്നുള്ള സിഫത്ത് കൊണ്ട് വെളിവാക്കും. അപ്പോൾ അല്ലാഹു സുബ്ഹാനഹു വതആല ഭയപ്പെട്ട മുഅ്മിനീങ്ങൾക്ക് പ്രത്യേകമായിട്ട് ഗുണം ചെയ്യുന്ന ഒരു അവസ്ഥക്ക് അല്ലാഹു നീങ്ങും. നേരെ മറിച്ച് ഈ ഭയപ്പെടാത്തവരാണെങ്കിലോ മുൻതഖിമു ജബ്ബാർ ഖഹാർ തുടങ്ങിയുള്ള സിഫത്തുകളെ കൊണ്ട് അവരോട് പെരുമാറും. അപ്പോൾ അവർ നരകത്തിൽ കടത്തിട്ട് അവിടെ ശിക്ഷിക്കുന്നുണ്ട്. ചുരുക്കി പറഞ്ഞാൽ ഈ ദുന്യാവ് എന്ന് പറയുന്നത് ദാറു തക്ലീഫാണ്. ദാറു തക്ലീഫ് എന്ന് പറഞ്ഞാൽ എന്താണ്? അല്ലാഹു സുബ്ഹാനഹു വതആല കീർത്തിക്കുന്നു ഒരു കാര്യങ്ങൾ. അത് മുഅ്മിനീങ്ങളെ സംബന്ധിച്ചിടത്തോളം അത് വലിയ പ്രയാസമൊന്നുമല്ല ആ കീർത്തനം. അല്ലാത്തവർക്കാണ് വലിയതായിരിക്കുന്ന പ്രയാസമുള്ളതായിരിക്കുക. അതുകൊണ്ട് അവർ അതിനെ സ്വീകരിക്കാണ്ടിരിക്കുന്നത്. അപ്പോൾ മുഅ്മിനീങ്ങളായ അതാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത്, അദ്ദുന്യാ സിജ്നുൽ മുഅ്മിനി. മുഅ്മിനായതായിരിക്കുന്ന ഒരു മനുഷ്യനിക്ക് ഇവിടെ ഇഷ്ടംപോലെ ജീവിക്കാൻ സാധ്യമല്ല. അതൊരു ജയിലിൽ പാർക്കുന്ന മട്ടത്തിലാണ് ഒരു മുഅ്മിനായ മനുഷ്യൻ്റെ ജീവിതം. അദ്ദുന്യാ സിജ്നുൽ മുഅ്മിൻ. ബന്ധവസ് അവനക്ക് വേണ്ടുന്ന സൗകര്യങ്ങളൊക്കെ കൊണ്ട് ചെയ്തു കൊടുത്തിട്ട് അവൻ ജീവിക്കുന്നത് എങ്ങനെ? ഒരു ജയിലിൽ ജീവിക്കും പോലെ. അവനക്ക് സ്വാതന്ത്ര്യം എന്നുള്ളത് ഇവിടെ ഇല്ല. അവൻ്റെ ഇഷ്ടം പോലെ ജീവിക്കുക എന്നുള്ള ഒരവസ്ഥയില്ല. അദ്ദുന്യാ സിജ്നുൽ മുഅ്മിനി. മുഅ്മിനായ മനുഷ്യൻ്റെ ഒരു ജയിലാണ്. ജയിലിൽ ജീവിക്കുന്ന ആൾക്ക് എങ്ങനെയാണ്? അവൻ്റെ ഇഷ്ടം പോലെ അവിടെ ഒരു സ്വാതന്ത്ര്യം അവനില്ല. ജയിൽവാസി ഉണ്ടല്ലോ, ജയിലിലുള്ളത് അതിൻ്റെ ഉടമസ്ഥന് പറഞ്ഞ പോലെ അവന് ആയിട്ട് ജീവിച്ചോളണം. അതുപോലെ അല്ലാഹു സുബ്ഹാനഹു വതആലയുടെ കൽപ്പന അനുസരിച്ചിട്ട് ഇവിടെ എന്താക്കണം? ഭദ്രമായി ധരിക്കുന്ന ഒരു അല്ലാഹു സുബ്ഹാനഹു വതആല ഒരു കാവൽക്കോട്ട നമ്മൾക്ക് നൽകിയിട്ടുണ്ട്. അതായത് പരിശുദ്ധ ദീനുൽ ഇസ്ലാം. അതിൻ്റെ ഉള്ളിൽ, അതിൻ്റെ ചട്ടക്കൂട്ടിൻ്റെ ഉള്ളിലായിട്ട് ഇവിടെ ജീവിച്ചോണം. അതിനെ പുറത്തു പോകേണ്ട പോലത്തെ ഒരു അവസ്ഥ ഇവിടെ ഇല്ല. അതിൻ്റെ ഉള്ളിൽ ഭദ്രമായിട്ട് അവന് എന്താക്കണം? അല്ലാഹു കൽപ്പിച്ചതനുസരിച്ച്, അല്ലാഹു വിരോധിച്ചതിനെ വൈദ്യുതരത്തായതനുസരിച്ച്, അല്ലാഹു കൽപ്പിച്ചതനുസരിച്ച് ഭയപ്പെട്ടുകൊണ്ട്, അല്ലാഹു വിരോധിച്ചതിനെ തൊട്ട് വൈദ്യുതരത്തായും കൊണ്ടിട്ട് നല്ലതായിരിക്കുന്ന അവസ്ഥയ്ക്ക് വേണ്ടി ജീവിക്കണം. അവിടെ ജീവിക്കാൻ വേണ്ടിയിട്ട് എനിക്ക് എന്തെല്ലാം സൗകര്യം ഇവിടെ വേണം അതുകൂടെ എല്ലാവരും ചെയ്തു തന്നിട്ടുണ്ട്. നേരെ മറിച്ച് ഒരു കാഫിറായ മനുഷ്യനാണെങ്കിൽ അവനക്ക് അങ്ങനത്തെ സൗകര്യങ്ങളൊന്നുമില്ല. അവനക്ക് എന്താ അങ്ങനത്തെ തടസ്സമൊന്നുമില്ല. അവനക്ക് എന്താണ്? അവനക്ക് സ്വർഗ്ഗമാണ്. സ്വർഗം പോലെ ഇഷ്ടം പോലെ തിന്നാം, ഇഷ്ടം പോലെ കുടിക്കുക. അത് ഹലാല് ഹറാമെന്ന് നോക്കേണ്ട ആവശ്യമില്ല. ഒരു വിഷയത്തിലും അവനക്ക് വലിയ ഭാരവും തക്ലീഫൊന്നും അവന് വേണ്ടിയില്ല. ആ നിലക്ക് അവന് ജീവിക്കുന്നു, സ്വർഗം പോലെ ജീവിക്കുന്നു. അതുകൊണ്ട് എൻ്റെ പ്രിയപ്പെട്ട കൂട്ടുകാരെ, വളരെ ഗൗരവമായിട്ട് നമ്മൾ മനസ്സിലാക്കേണ്ടത് നമ്മുടെ ദാറു തക്ലീഫിലാണുള്ളത്. ഒരുപാട് ശറഈൻ്റെ നിയമങ്ങൾ, വിധികൾ നമ്മുടെ മേൽ അല്ലാഹു സുബ്ഹാനഹു വതആല നമ്മൾക്ക് പ്രായം പൂർത്തിയാകുമ്പോൾ നമ്മൾക്ക് അല്ലാഹു സുബ്ഹാനഹു വതആല നമ്മുടെ മേൽ ഏൽപ്പിക്കും. മുക്കല്ലഫ് ആയ ആളുകൾ, അതായത് ശറഅ കൊണ്ട് കീർത്തിക്കപ്പെടുന്ന ആളാരാണ്? അത് ആണ്, പെണ്ണ്. അവർക്കാണ് ഇപ്പോൾ ശറഈയായതായിരിക്കുന്ന കീർത്തനമുള്ളത്. അത് ജിന്നിലേക്കും ഇൻസിലേക്കും ഉണ്ട്. വമാ ഖലഖ്തുൽ ജിന്ന വൽ ഇൻസ ഇല്ലാ ലിയഅ്ബുദൂൻ. ഇവിടെ ജിന്നും ഇൻസിലേക്കും എല്ലാം അല്ലാഹു സുബ്ഹാനഹു വതആല ദാറു തക്ലീഫാകുന്ന ഈ ദുന്യാവിൻ്റെ അകത്ത് അല്ലാഹു സുബ്ഹാനഹു വതആല എന്താക്കിയിട്ടുണ്ട്? ശറഈനെ വെച്ച് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ആ ശറഈനെ അനുസരിച്ച് ജീവിക്കുന്ന കൂട്ടർക്ക്, അള്ളാഹിൻ്റെ വിധിവിലക്കുകളനുസരിച്ച് ജീവിക്കുന്ന കൂട്ടർക്ക് അവർക്ക് അല്ലാഹു സുബ്ഹാനഹു വതആല ആഖിറത്തിൻ്റെ അകത്ത് പ്രതിഫലം കൊടുക്കും.
വഴിപ്പെടാത്തവർക്കോ അതിൻ്റെ പരിപൂർണമായ രൂപത്തിനകത്തുള്ള പ്രതിഫലം ആഖിറത്തിൽ വെച്ചിട്ടാണ്. അത് ഖബറിൽ തന്നെ തുടങ്ങുന്നുണ്ട്. അത് സ്വർഗത്തോട്ടമായിട്ട് വരുന്നുണ്ട് ഒരു മൂമിനെ സംബന്ധിച്ചിടത്തോളം. അവിടെ ഇംതിഹാനും പരിശോധനയൊക്കെ ഉണ്ടാകുന്നുണ്ട്. ഉണ്ടെങ്കിലും അവൻ എന്താക്കുന്നുണ്ട്, നല്ല സ്വർഗത്തിൻ്റെ ജീവിതമായിട്ട് അവൻ ജീവിക്കുന്നുണ്ട്. കാരണം ഇവിടെ നല്ലതായിരിക്കുന്ന രൂപത്തിൽ ജീവിച്ച് മരിച്ചവനാണ് അവൻ. അള്ളാഹുവിൻ്റെ വിധിവിലക്കുകളനുസരിച്ച് ജീവിച്ച് മരിച്ചവനാണ്. അതുകൊണ്ട് അള്ളാഹു സുബ്ഹാനഹു വ തആല അവനെ അവിടെ നല്ല സുഖമായ രൂപത്തിനകത്ത് അവൻ എന്താക്കുന്നു. ആ കാലം തീരുന്നവരെ ആലമുൽ ബർസഖ് എന്ന് പറയുന്ന ജീവിതം ഉണ്ടല്ലോ, അത് എവിടത്തോളം നീണ്ടു നിൽക്കുന്നത്, മരണം മുതൽ തുടങ്ങിയിട്ട് കബറടക്കപ്പെട്ട മുതൽക്ക് മരിച്ചിട്ട് അത് എവിടത്തോളം നീണ്ടു നിൽക്കുന്നത്, അത് ഇസ്രാഫിൻ്റെ രണ്ടാമത്തെ ഊത്ത് വരെ നീണ്ടു നിൽക്കുന്നത് വലിയൊരു നീണ്ട ഗ്യാപ്പാണ്. ആയുസ് ഈ ദുന്യാവിൻ്റെ ജീവിതം പറഞ്ഞാൽ നമ്മളെ സംബന്ധിച്ചിടത്തോളം ചെറിയൊരു ഗ്യാപ്പാണ്. ദുന്യാവിലേക്ക് പിന്നെ എത്ര കാലമാണ് ദുന്യാവിൻ്റെ കാലം എന്ന് പറഞ്ഞിട്ട് അദ്ദുന്യാ സബഅത്തു ആലാഫി സന എന്നൊക്കെ പറഞ്ഞ് ഹദീസിൽ കാണാം. 7000 കൊല്ലമാണ് ദുന്യാവിൻ്റെ അവധി എന്ന് പറഞ്ഞിട്ട് ഹദീസിൽ കാണാം. ഏതുമായിട്ട് ആ ഒരു ചെറിയ സമയമാണിത്. അതുകൊണ്ട് ദാറുൽ ഫനാ എനിക്ക് പേര് പറഞ്ഞു ഈ ദുന്യാവിൽ. അള്ളാഹു സുബ്ഹാനഹു വ തആല ഇവിടെ ഈ ദുന്യാവിനെയും ദുന്യാവിലുള്ള എല്ലാ വസ്തുക്കളെയും ഒരു കാലത്തിൻ്റെ അകത്ത് അള്ളാഹു സുബ്ഹാനഹു വ തആല നശിപ്പിക്കുന്നു. ഇത് ദാറുൽ ഫനാ ആയിട്ട് മാറും, നശിക്കുന്ന വീട്. അതുകൊണ്ട് ഇവിടെയുള്ള ദുന്യാവിലുള്ള വസ്തുക്കളും എല്ലാം ഇത് ഇവിടെ കാലകാലത്തിലേക്കുള്ളതല്ല. ദാറുൽ ഫനാ അത് എന്നെ നീങ്ങിപ്പോകുന്നതാണ്. അത് എന്നെ എന്താക്കുന്നത്, ഇന്നദ്ദാർ ലഹിയൽ ദാർ ആഖിറത ലഹിയൽ ഹയവാൻ. അള്ളാഹു സുബ്ഹാനഹു വ തആല പറയുന്നു, ആഖിറമാകുന്ന വീടാണ് കാലാകാലം ജീവിക്കുന്ന വീട്. ഇതിപ്പോൾ താൽക്കാലികമായി ടെമ്പററി ആയിട്ട് ജീവിക്കുന്ന വീടാണ്. അപ്പോൾ എന്തിനു വേണ്ടിയിട്ടാണ് നമ്മളിവിടെ പടച്ചിട്ട് താമസിപ്പിക്കുന്നത്? ലിയബ്ലുവക്കും, നിങ്ങളൊന്ന് പരീക്ഷണം നടത്താൻ വേണ്ടിയിട്ട്. അള്ളാഹിനെ കൂടെ ചേർക്കുമ്പോൾ അത് പരീക്ഷയല്ല, നമ്മളെ കൂടെ ചേർക്കുമ്പോൾ അതൊരു പരീക്ഷയായിട്ട് വരുന്നുണ്ട്. ആര് ഈ അമൽ ചെയ്യുന്ന, ആര് അയ്യുക്കും അഹ്സനു അമല, നിങ്ങളുടെ കൂട്ടത്തിൻ്റെ അകത്ത് ഏറ്റവും മെച്ചമായ രൂപത്തിൻ്റെ അകത്ത് അമൽ ചെയ്യുന്നവർ ആര്, ചെയ്യാത്തവർ ആര് എന്നൊരു പരീക്ഷിക്കാൻ ചെയ്യുന്ന മട്ടത്തിലാണ് നിങ്ങളോട് അള്ളാഹു പെരുമാറുന്നത്. ദാറുൽ തക്ലീഫ് ശറഈയായ കീർത്തനകളെ നിങ്ങൾക്ക് ഏൽപ്പിച്ചുകൊണ്ട് അള്ളാഹു സുബ്ഹാനഹു വ തആല നിങ്ങളോട് പെരുമാറുന്നത് എന്താണ്? പിന്നെ ഒരു പരീക്ഷിക്കുന്ന രൂപത്തിലാണ് പെരുമാറുന്നത്. നിങ്ങൾ ആര് ഇഖ്ലാസോട് കൂടി അമൽ ചെയ്യുന്നവർ ആര്, ഇഖ്ലാസോട് കൂടി അമൽ ചെയ്യാത്തവർ ആര്. അമൽ ചെയ്ത് എല്ലാവരും അമൽ ചെയ്യണം, അതൊക്കെ കാര്യം ഉണ്ടാവില്ല, ഫലം ഉണ്ടാവില്ല. ഫലം ഉണ്ടെങ്കിൽ അത് വേണം, ഇഹ്സാൻ വേണം. അതാണല്ലോ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് അഖ്ബിർനി അനിൽ ഇഹ്സാൻ, നബി എന്നോട് തങ്ങൾ പറഞ്ഞു തരണം, ഇഹ്സാനെ സംബന്ധിച്ച് പറഞ്ഞു തരണം. ഇസ്ലാം കാര്യത്തിന് ഈമാൻ കാര്യത്തിനെ തൊട്ട് ചോദിച്ച് എന്നിട്ട് എനിക്ക് മറുപടി എല്ലാം പറഞ്ഞു. ഇസ്ലാമിനെ ഈമാനെ മെച്ചപ്പെടുത്തുന്നതായിരിക്കുന്ന കാര്യമുണ്ട്, അതിനെ നിലനിർത്തുന്നതായിരിക്കുന്ന സംഗതി. അത് അൽ ഇഖ്ലാസ്, അള്ളാഹുവിന് വേണ്ടിയിട്ടായിരിക്കുക എന്നുള്ളതാണ്. അപ്പോൾ നിങ്ങളുടെ കൂട്ടത്തിൻ്റെ അകത്ത് ആരാണ് അള്ളാഹുവിനക്ക് വേണ്ടിയിട്ട് മാത്രം ഇബാദത്ത് എടുക്കുന്ന ആൾക്കാര്, അല്ലാത്തവരാര് നോക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ ഇഖ്ലാസ് ഇല്ലാത്തതായിരിക്കുന്ന ഒരു അമലും അള്ളാഹു സുബ്ഹാനഹു വ തആല ഇവിടെ അവന് സ്വീകരിക്കുന്നില്ല. അതുകൊണ്ട് ആരാണ് നിങ്ങൾ വെച്ചിട്ട് അഹ്സന യുഹ്സിനു ഇഹ്സാൻ, നിങ്ങൾ എന്നിട്ട് ഇഹ്സാൻ ചെയ്യുന്നവർ ആര്, ചെയ്യാത്തവർ ആര് എന്ന് നിങ്ങളൊന്ന് പരീക്ഷിക്കാൻ വേണ്ടിയിട്ടാണ് ഇവിടെ ദുന്യാവിൻ്റെ അകത്ത് നിങ്ങളവിടെ പടച്ച് പാർപ്പിക്കുന്നത് എന്ന് അള്ളാഹു പറയും. അതുകൊണ്ട് എൻ്റെ പ്രിയപ്പെട്ട കൂട്ടുകാരെ, ഇൻഷാ അല്ലാഹ് ഇതിനോട് തുടർന്നിട്ട് ശറഈയായതായിരിക്കുന്ന കീർത്തനകൾ, അതിനെ സംബന്ധിച്ച് അത് ഒരു ആഴമായ വിഷയമാണ്. അത് പെട്ടെന്ന് പറഞ്ഞു തീർക്കുന്ന വിഷയമല്ല. ഒരു മനുഷ്യൻ്റെ കുട്ടിപ്രായത്തിൻ്റെ അകത്ത് അവനക്ക് പിന്നെ ശറഈൻ്റെ അകത്ത് കുട്ടിയോട് കീർത്തനയില്ല. കീർത്തനാണെങ്കിൽ എന്താണോ ആക്കിന് ബാലികമാണോ, ബുദ്ധിക്ക് വിശ്രമം വേണം, അതോട് കൂടിയിട്ട് ബുലൂഗാവും. അവിടെ മുതലാണിപ്പോൾ അഹ്കാമുകളെല്ലാം അള്ളാഹുവിൻ്റെ വിധിവിലക്കുകൾ അവനക്ക് ബാധ്യത. അവന് കുട്ടിപ്രായത്തിൽ തന്നെ കുട്ടികളെ ചെറിയ പ്രായത്തിൽ തന്നെ നിസ്കാരം കൊണ്ടിട്ട് 10 വയസ്സ് 7 വയസ്സ് കൊണ്ടിട്ട് തന്നെ വയസ്സ് പൂർത്തിയായിട്ട് 8ാമത്തെ വയസ്സാകുമ്പോൾ പിതാവിനോട് നിസ്കരിക്കാൻ കൽപ്പിക്കണം. ആ നോമ്പ് അവനക്ക് ആവുന്നുണ്ടെങ്കിൽ, നോമ്പ് നോക്കാൻ ആവുന്നുണ്ടെങ്കിൽ അവനക്ക് നോമ്പ് കൊണ്ട് കൽപ്പിക്കണം. പിന്നെ അവനക്ക് പിന്നെ വാജിബായ കാര്യം ഏതാണ്, അള്ളാഹുവിനെ സംബന്ധിച്ച് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ സംബന്ധിച്ച് പഠിപ്പിക്കണം. ഇങ്ങനെയുള്ള സംഗതിയെല്ലാം പറയുന്നുണ്ട്. അതിപ്പോൾ പാവം മക്കളുള്ളതായിരിക്കുന്ന ബാധ്യതകളാണ്. അവരെ പിന്നെ ഗുരുവായിട്ട് വരുമ്പോൾ അവർക്ക് പ്രയാസമില്ലാത്ത രൂപത്തിനകത്ത് എല്ലാ അമലുകളും ചെയ്യാൻ വേണ്ടിയിട്ടുള്ള എല്ലാ നിലക്കും ഫർളുകളെയും സുന്നത്തുകളെല്ലാം ചെയ്തിട്ട് പാകപ്പെടുത്തണം. അപ്പോൾ ഒരു അമൽ ചെയ്തെങ്കിലോ അതിൻ്റെ പ്രതിഫലം ആയിരിക്കണം അവിടെ പറയുന്നുണ്ട്. അവൻ്റെ പ്രതിഫലം കുട്ടിക്ക് അള്ളാഹുവിൻ്റെ ഫദ്ൽ കൊണ്ടിട്ട് അവനക്ക് അള്ളാഹു കൊടുക്കും. അതോട് കൂടിയിട്ട് അവൻ്റെ മാതാപിതാക്കൾക്ക്, അവനെ പഠിപ്പിച്ച ഉസ്താദന്മാർക്കാണ് ഇതിൻ്റെ പ്രതിഫലമല്ല, ഇതിൻ്റെ അമൽ ചെയ്തതിൻ്റെ പ്രതിഫലം എന്ന് പറയുന്നത്.
വരുന്നുണ്ട്. അതൊക്കെയും ഹദീസിൻ്റെ അകത്ത് കാണാം. അതുകൊണ്ട് ആ വിഷയങ്ങളെല്ലാം ഒരു വിശാലമായ വിഷയമാണ്. അത് ഇൻഷാ അല്ലാഹ് നമുക്ക് നിത്യ പാഠങ്ങളൊക്കെ സംസാരിക്കാം. ശറഈയായിരിക്കുന്ന തക്ലീഫായ കാര്യങ്ങൾ എന്തെല്ലാമാണ്, ഒരു മൂനായ ആണും പെണ്ണോട് ബന്ധിക്കുന്ന കാര്യങ്ങൾ എന്തെല്ലാമാണ് എന്നൊക്കെയും ഇൻഷാ അല്ലാഹ് അടുത്ത പാഠത്തിൻ്റെ അകത്ത് പറയാം. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മൾക്കുള്ളതായിരിക്കുന്ന എല്ലാ അമലുകളെയും അല്ലാഹു സ്വീകരിക്കുമാറാകട്ടെ. റമദാൻ്റെ ബർക്കത്ത് കൊണ്ട് നമ്മൾക്കുള്ളതായിരിക്കുന്ന നോമ്പിനെ അല്ലാഹു സ്വീകരിക്കട്ടെ. നമ്മുടെ നിസ്കാരങ്ങളെയും നമ്മുടെ ഇബാദത്തുകളെയും അല്ലാഹു കബൂലാക്കുമാറാകട്ടെ. നമ്മുടെ പക്കന്ന് വന്നുപോയതായിരിക്കുന്ന എല്ലാ ദോഷങ്ങളും, ചെറുതും വലുതുമായ എല്ലാ ദോഷങ്ങളും അല്ലാഹു വിട്ടുവീർത്ത് മാഫ് ചെയ്യുമാറാകട്ടെ. നമ്മുടെ മാതാപിതാക്കൾക്കും നമ്മുടെ ഭാര്യമക്കൾക്കും അതുപോലെ തന്നെ നമ്മുടെ ഉസ്താദന്മാർക്കും നമ്മുടെ ശരീക്കന്മാർക്കും ശിഷ്യന്മാർക്കും എല്ലാം അല്ലാഹു പുറത്തു കൊടുക്കുമാറാകട്ടെ. എല്ലാവരുടെയും ഹലാലായ ഉദ്ദേശങ്ങൾ അല്ലാഹു ഓടിക്കൊടുക്കുമാറാകട്ടെ. അവരെയും നമ്മളെല്ലാം അവസാനം സ്വർഗത്തിൻ്റെ അകത്ത് അല്ലാഹു ഒരുമിച്ച് കൂട്ടുമാറാകട്ടെ. ഇൻഷാ അല്ലാഹ് ഇനി ബാക്കിയുള്ള വിഷയങ്ങൾ അടുത്ത പാഠത്തിൽ സംസാരിക്കാം. അല്ലാഹു നമ്മളെല്ലാവരെയും അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മളെ സംസാരിച്ച സംസാരം അല്ലാഹു അതെല്ലാം അല്ലാഹുവിൻ്റെ പൊരുത്തത്തിലാക്കട്ടെ. അതിലെന്തെങ്കിലും തെറ്റുകുറ്റങ്ങൾ ആരെക്കുറിച്ചും വന്നു പോയിട്ടുണ്ടെങ്കിൽ അല്ലാഹു പറഞ്ഞ എനിക്കും കേട്ട നിങ്ങൾക്കും അല്ലാഹു പുറത്തു തരുമാറാകട്ടെ. ആമീൻ ബിറഹ്മതിക യാ അർഹമർ റഹീം.